എന്താ സാർ എന്നെ വിളിപ്പിച്ചത്? പറയാം. തിരിഞ്ഞു നോക്കുമ്പോ വളരെ സന്തോഷമുണ്ട് പ്രതാപ. ജീവിതത്തില് ഒരു കുറവും പറ്റിയിട്ടില്ല. തികഞ്ഞ ആത്മാർത്ഥതയോടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പലതും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഒത്തിരി പ്രതിസന്ധികൾക്ക് നടുവിലും പടവെട്ടി മുന്നേറിയ എന്റെ ഈ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം മുന്നേറിയത്. എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ശത്രുക്കളുണ്ടാവാം. പക്ഷേ എനിക്ക് ശത്രുക്കളില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങളുടെ നന്മ അതുമാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണമെന്ന പഴമൊഴി. എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണമെന്ന് എനിക്കൊരു തോന്നൽ. ദൈവമേ, എന്റെ ആഗ്രഹം നടപ്പാക്കാൻ പോകുന്നു. ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി എന്നെ വിളിക്കൂ. അത് സാറിന് ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ കാരണം? ആ, എന്റെ കാലം കഴിഞ്ഞു പ്രതാപ. അതൊക്കെ സാറിന്റെ വെറും തോന്നല. തോന്നലല്ല പ്രതാപ, എനിക്ക് ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആരും ചൂഷണം ചെയ്യപ്പെടരുത്. എല്ലാ മനുഷ്യരും ജാതി മതങ്ങളോ വർഗവർണ്ണ ചിന്തകളോ ഇല്ലാതെ സഹോദരന്മാരെ പോലെ ജീവിക്കണം. അതുമാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അധികാരം എന്റെ കുത്തകയാണെന്ന് കരുതി ആ കസേരയിൽ അള്ളിപ്പിടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇനി പുതിയ തലമുറ അവർക്ക് വേണ്ടി മാറിക്കൊടുക്കണം. അത് ശരിയാവില്ല സാർ. അതേ ശരിയാവൂ പ്രതാപ. പൂർണ്ണബോധത്തോടുകൂടിയേ ഞാനെന്തും പറയൂ. ഞാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞു. ഇലക്ഷൻ എടുക്കുകയാണ്. ഈ വരുന്ന ഇലക്ഷനിൽ ഞാൻ മത്സരിക്കുന്നില്ല. പകരം ഈ സീറ്റ് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുക.